ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞങ്ങൾ വയനാട്ടിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ചുമ്മാ പോവുകയല്ല, എൻ്റെ ഹസ്ബൻഡിന് കൽപ്പറ്റയ്ക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അദ്ദേഹം കോഫി ബോട്ടിൽ വർക്ക് ചെയ്യാണ്. ആദ്യം കൊടകിലായിരുന്നു, അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയത്. സോ ഇന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വിബ്രേട്ടൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയുടെ മകനൊക്കെ ഉണ്ട് കൂടെ. കുറച്ച് കിച്ചൺ യൂട്ടൻസിൽസും ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. പിന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനുണ്ട്. അതിനൊക്കെ കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 4 പേരും കൂടെ പോകുന്നത്. ക്ലീൻ ചെയ്തിട്ട് സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ച് ഞങ്ങൾ ഇന്ന് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാനും വിപിനേട്ടും കൂടെ ഒഫീഷ്യലായിട്ട് പോയിട്ട് താമസിക്കാൻ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ആ ഒരു യാത്രയും കൂടെ ഞാൻ ഈ വ്ളോഗിൽ ആഡ് ചെയ്യുന്നുണ്ട്. ചുരം കയറാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഞങ്ങളെ മുന്നിലുള്ള ബസ്സാണിത്. കുറച്ച് ദൂരം ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ചെറിയ മഴ ഉണ്ടായിരുന്നത് കൊണ്ട് നല്ല രസമുണ്ടായിരുന്നു ആക്ച്വലി ഈ ചുരത്തിലൂടെയുള്ള യാത്രയും ആ ചുറ്റിലും കാണാനൊക്കെ ആയിട്ട്. വിബ്രേട്ടൻ ഇങ്ങനെ എന്നോട് വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കാൻ പറയാണ്, മുന്നിൽ ഭയങ്കര ഭംഗിയൊക്കെ ആയിട്ട് തോന്നുന്ന സമയത്ത്. ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ പെട്ടെന്ന് തന്നെ എത്തി. അവിടെ എത്തി ഷടപടേന്ന് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ പോയി. വിബ്രേട്ടനെ കൂടെ കൊടകിൽ ഉണ്ടായിരുന്ന ഒരു കൊലീഗും അവരുടെ ഫാമിലി ഉണ്ടായിരുന്നു കൂടെ ലഞ്ചിനായിട്ട്. മന്തി ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് റൂമിലോട്ടുള്ള ഗ്യാസ് സിലിണ്ടർ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഉള്ള കാപ്പിത്തോട്ടത്തിൻ്റെ വ്യൂ ആണിത്. ഒരുപാട് ദൂരത്തോളം കാപ്പിത്തോട്ടം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അവിടുന്ന് ഞങ്ങൾ പിന്നെ വീണ്ടും റൂമിലോട്ട് തന്നെ പോയി ഞങ്ങൾ ആ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് ഇറങ്ങാൻ നോക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ക്ലീൻ ആക്കിയ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം 2 പേർക്ക് താമസിക്കാൻ പറ്റുന്ന ചെറിയ രീതിയിൽ സൗകര്യങ്ങളുള്ളൊരു ജസ്റ്റ് ഒരു ചെറിയൊരു അപ്പാർട്ട്മെൻ്റ് ആണ്. കിച്ചൺ ആക്ച്വലി വളരെ ചെറുതാണ്, പക്ഷേ ഞങ്ങൾ 2 പേരും മാത്രമേ യൂസ് ചെയ്യുന്നത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഒട്ടും ഒരു സ്റ്റോറേജ് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ആ ടേബിൾ ആക്ച്വലി ഞങ്ങൾ വാങ്ങിയിട്ടതാണ്. അങ്ങനെ അതിൻ്റെ പുറമേയും അതിൻ്റെ അടിയിലൊക്കെ ആയിട്ടാണ് സാധനങ്ങൾ വെച്ച് ഒപ്പിച്ചത്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇത് ആക്ച്വലി കുറച്ച് സ്പേഷ്യസ് ആണ്, അതുകൊണ്ട് തന്നെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ അവിടെയാണ് ഇട്ടത്. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പോലെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. ഇതാണ് ബാത്റൂം. ബസ് പോയാലോ ബഗ്ഗി കിട്ടുമോ? ഞങ്ങൾക്ക് അങ്ങനെ വേറെ പ്ലേസുകളൊന്നും വിസിറ്റ് ചെയ്യാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരം ഊട്ടി റോഡിലൂടെ പോയി നോക്കി. നല്ല ഭംഗിയായിരുന്നു, നല്ല ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ദൂരം പോയി തിരിച്ച് വന്നു. അങ്ങനെ ഞങ്ങളിതാ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആക്ച്വലി ചുരം ഇറങ്ങാനായിട്ടുണ്ട്. അവിടെ അത് കാണുന്നതാണ് ആക്ച്വലി വയനാട്ടിലേക്കുള്ള ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. തിരിച്ചു വരുമ്പോഴും ചെറിയ രീതിയിൽ മഴ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. കുറച്ച് ദൂരം മുന്നോട്ട് പോയ സമയത്ത് ചെറിയൊരു വ്യൂ പോയിൻ്റ് ഒക്കെ പോലെ എത്തിയ സമയത്ത് ഞങ്ങൾ അവിടെ നിർത്തി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ച് കയറിയത്. നമ്മളിതാ കാർ ഇവിടെ നിർത്താമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ ഒരു വ്യൂ പോയിന്റ് നോക്കിയാൽ കാണുന്ന ഒരു ലാൻഡ്സ്കേപ്പ്.
വിപിനേട്ട വിചാരിക്കുന്ന സമയത്തൊന്നും ഞാൻ ആ റോഡിൻ്റെ വീഡിയോസ് എടുക്കാത്തതുകൊണ്ട് ഞാൻ ഒരു യഥാർത്ഥ വ്ളോഗർ അല്ല എന്നാണ് മൂപ്പർ പറയുന്നത്. ആ ഒരു സൺസെറ്റ് ടൈമും ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വൈബ് ഉണ്ടായിരുന്നു തിരിച്ചു വരുന്ന സമയത്ത്. ഒറിജിനൽ സോങ്ങിൻ്റെ കൂടെ പാടുന്ന സമയത്ത് ഗംഭീര സിംഗറാണ് വിപിനേട്ടൻ. പക്ഷേ ആ ഒറിജിനൽ സോങ് നിർത്തിക്കഴിഞ്ഞാലാണ് ബാക്കിയുള്ള കേൾക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ട്. സോ നമ്മുടെ ഈ ദിവസത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വീണ്ടും ഞങ്ങൾ തിരിച്ച് വയനാട്ടിലേക്ക് വരുന്ന ദിവസത്തെ കാര്യങ്ങളാണ് ആഡ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ഞങ്ങൾ പുറപ്പെട്ടത്. അവിടെ എനിക്ക് അരിയുണ്ട വേണം എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ 1 വീക്ക് കഴിഞ്ഞിട്ടല്ലേ കാണുള്ളൂ. ഞങ്ങൾ എല്ലാ വീക്കെൻഡ്സും എന്തായാലും ഞങ്ങൾ നാട്ടിലേക്ക് വരും. സിറ്റിയിൽ നിന്നൊക്കെ കയ്യിൽ ഫോണും പിടിച്ചോണ്ട് വീഡിയോ എടുക്കാനുള്ള എൻ്റെ മടി കണ്ടിട്ട് വിപിനേട്ടൻ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭയങ്കര പ്രോഗ്രസീവ്നെസ് പറയുന്ന ആളാണെങ്കിലും ഇതിനൊക്കെ മടിയാണെന്നാണ് മൂപ്പർ പറയുന്നത്. പക്ഷെ മൂപ്പർക്ക് അറിയില്ലേ ഞാൻ ഇൻട്രോവേർട്ട് ആണെന്നുള്ളത്. കുറച്ചധികം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്കൊരു ബസ് കിട്ടിയത്. ആ ബസ്സാണെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതായിരുന്നു തോന്നുന്നു. എന്തൊക്കെയോ ടെക് ടെക് സൗണ്ട് ഇങ്ങനെ കേൾക്കായിരുന്നു പോകുന്ന സമയത്ത്. മാത്രമല്ല ചുരത്തിലാണെങ്കിൽ ഒടുക്കത്തെ ബ്ലോക്കും. ഒരുപാട് ടൈം എടുത്തു ഞങ്ങളിങ്ങനെ നിരങ്ങി പോകാനായിട്ട്. ഒരു 12:45 ആയി ഞങ്ങൾ എത്തുന്ന സമയത്ത്. ഞങ്ങൾ ഉറക്കമൊക്കെ പോയി. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിൽ നിന്നുള്ള വ്യൂ ആണിത്. ആക്ച്വലി അത് ചെമ്പ്ര പീക്കാണ്. നല്ല രീതിയിൽ കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ കോട ആയതുകൊണ്ടാണ് അത്ര അങ്ങോട്ട് ക്ലിയർ ആവാത്തത്. പിന്നെ വീട് ഇതാ നിങ്ങൾ കണ്ടതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.